ഇന്ന് 9:45 വരുന്ന സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. അതിൻ്റെ മുമ്പ് ഇന്നലെ ഉണ്ടായിരുന്ന സ്വർണ്ണവില കുറിച്ച് പറയാം. അത് 36,720 രൂപ ആണ്. ഇന്ന് 9:45 സ്വർണ്ണവിലയ്ക്ക് എന്ത് സംഭവിക്കും എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അത് പറയുന്നത് ഇന്നലെ സ്വർണ്ണവില എങ്ങനെയൊക്കെ പോയി എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, എന്നിട്ട് ഒരു തീരുമാനമെടുക്കുക. വീഡിയോയുടെ അവസാനം വരെ കാണുക, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുമാത്രമല്ല, ഇനി എല്ലാ ദിവസവും വരാൻ പോകുന്ന ദിവസം സ്വർണ്ണവില ചിലപ്പോൾ വീഡിയോകൾ ചെയ്തിട്ടില്ലെങ്കിലും കമൻറ്റുകളിലൂടെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അവസാനം വന്ന വീഡിയോയുടെ കമൻറ്റ് നോക്കുക. അതേപോലെ തന്നെ അവസാനം വന്ന വീഡിയോയുടെ ഏറ്റവും അവസാനം വന്ന കമൻറ്റുകളൊക്കെ നോക്കുക. ചിലപ്പോൾ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിലും കമൻറ്റിലൂടെ വരാൻ പോകുന്ന ദിവസത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് ശരിക്കും പറഞ്ഞു തരുന്നതാണ്. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും വരാൻ പോകുന്ന ദിവസത്തെ സ്വർണ്ണവില. ഇനി പറയാൻ പോകുന്നത് ഇന്നലെ സ്വർണ്ണവില പല സമയങ്ങളിലും ഉയർന്നും താഴ്ന്നു നിന്നിരുന്നു. എങ്കിലും അവസാന നിമിഷത്തേക്ക് സ്വർണ്ണവില ഒരുപാട് ഉയർന്നു പോയിരുന്നു. പക്ഷേ വീണ്ടും രാത്രി സ്വർണ്ണവില കുറച്ച് കുറഞ്ഞു. ഒരു $10 വർദ്ധിച്ചിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഇന്ന് വില വർദ്ധിക്കണമായിരുന്നു. പക്ഷേ അവസാന നിമിഷം മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ സമയത്ത് വില വീണ്ടും തകർന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നറിയാൽ പറയുന്നത് സ്വർണ്ണവിലയിൽ ഒന്നുകിൽ മാറ്റമുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു 80 രൂപയുടെയൊക്കെ ഒരു വില വർധനവ് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. നേരിയ വർധനവേ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ വിലയിൽ മാറ്റമില്ലാതിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇന്നറിയലിൻ്റെ കണക്കൂട്ടലുകൾ പറയുന്നത് സ്വർണ്ണവില ഇന്നലെ ഉയർന്നു പോയിട്ടുണ്ടെങ്കിലും അതേപോലെ താഴ്ന്നും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉയർന്നു പോയിട്ടുണ്ടെങ്കിലും സ്വർണ്ണവിലക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്ക് റെക്കോർഡ് മിനിയാന്നുള്ള അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ ട്രാക്ക് റെക്കോർഡും അതിലേക്കും പോകുന്നത്. അതുകൊണ്ടാണ് ഇന്നറിയൽ അങ്ങനെ പറയുന്നത്. ഇതുപോലെ വരാൻ പോകുന്ന ദിവസം സ്വർണ്ണവിലയെക്കുറിച്ച് ശരിക്ക് ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് വേഗം വരാൻ പോകുന്ന ദിവസം സ്വർണ്ണവില മനസ്സിലാക്കിക്കൊണ്ട് സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ നേരത്തെ തീരുമാനമെടുക്കാൻ കഴിയും. ഓക്കെ, എല്ലാവർക്കും നന്ദി. എല്ലാവരും അവരുടെ പ്രസൻസ് കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക വീഡിയോക്ക്. എങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ആ സമയത്തെ സ്വർണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ ഞങ്ങൾക്ക് നൽകാൻ പറ്റുകയുള്ളൂ. ഈ വീഡിയോ ഒരുപാട് ചെയ്യുന്നുണ്ട്, എങ്കിലും അതിലൊരു ചെറിയ പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആ സമയത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. പിന്നെ മാത്രമല്ല, ഇനി നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റുകളൊക്കെ വെള്ളിയാഴ്ച രാത്രി തന്നെ ഇന്നലെ തന്നെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റുകളിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാകാത്തത്. തിങ്കളാഴ്ച ഞാൻ മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങളൊന്നും തിങ്കളാഴ്ച ഉണ്ടാവാറില്ല. എങ്കിലും ഞങ്ങൾ അറിയിക്കും ഇനി എന്തെങ്കിലും വലിയ മാറ്റങ്ങളോ മറ്റോ ഉണ്ടെങ്കിലൊക്കെ. കാരണം തിങ്കളാഴ്ച പുലർച്ചെ മാർക്കറ്റ് തുറക്കുകയുള്ളൂ. വലിയ മാറ്റങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇന്ന് വിലയിൽ ഒന്നും അവർ മാറ്റമില്ലാതെ ആക്കുകയും എന്നിട്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ല 80 രൂപ കൂടുമെന്ന്, ആ പോയിൻറ്റുകളും പിന്നെ അടുത്ത പുലർച്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച 9 മണി വരെയുള്ള പോയിൻറ്റുകളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക ഒക്കെ ആണെങ്കിലേ സാധ്യമുള്ളൂ. അപ്പോൾ ഇന്ത്യൻ റിയൽ എന്ന് പറയുന്നത് ഇന്ന് വിലയിൽ മാറ്റമുണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഒരു 80 രൂപയുടെ അടുത്ത് വില കൂടും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും.